ഈടിപ്പേടിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇവിടേക്ക് ഉദ്യോഗസ്ഥരെ പോലും കയറ്റിവിടുന്നത്. വീണയെ ഉടൻ ചോദ്യം ചെയ്യാൻ ഈടി നീങ്ങുന്ന സാഹചര്യത്തിലാണ് മുൻകരുതൽ ശക്തമാക്കിയത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇഡി ശക്തമാക്കി കഴിഞ്ഞു. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാലുടൻ ഇതിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. ഇതിനായി പഴുതടച്ച ചോദ്യാവലി തന്നെ ഇഡി തയ്യാറാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകാൻ CMRLലെ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കുമെന്നാണ് സൂചന. ഇത് മുന്നിൽ കണ്ട മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. തിരിച്ചറിയൽ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ക്ലിഫ് ഹൗസിലേക്ക് ഉദ്യോഗസ്ഥരെ പോലും കടത്തിവിടുന്നത്. ക്ലിഫ് ഹൗസ് റോഡിന് ഇരുവശത്തും താമസിക്കുന്നവരുടെ വാഹനങ്ങളും നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇഡി ഉദ്യോഗസ്ഥർ ക്ലിഫ് ഹൗസിൽ പ്രവേശിക്കുന്നത് തടയാനുള്ള നീക്കമാണ് ഇതിലൂടെ നടത്തുന്നതെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമെത്താനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. വ്യവസായ വകുപ്പിലേക്ക് ഇഡി എത്തിയേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് പരിഗണിച്ച് സെക്രട്ടേറിയറ്റിലും പരിശോധനകൾ കൂടുതൽ കർശനമാക്കി. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച CMRL MDയെ വീട്ടിൽ പോയി ഇഡി ചോദ്യം ചെയ്തതാണ് മുൻകരുതൽ ഇത്രയും കടുപ്പിക്കാൻ കാരണമെന്നാണ് സൂചന. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.